കല്യാണത്തിന് പോണതിന്റെ സന്തോഷവും സൈഡ് സീറ്റ് കിട്ടിയതിന്റെ സന്തോഷവും. കയറി വരാൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഞാൻ തള്ളിക്കയറി പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് വെൽക്കം ഡ്രിങ്ക് എടുത്തു. പറയാതെ പറ്റില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2-3 ഗ്ലാസ് ഞാൻ അവിടെ വെച്ച് തന്നെ കാലിയാക്കി. എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ബിരിയാണി കഴിച്ചതിന് ശേഷം കഴിക്കേണ്ട ഐസ്ക്രീം ആദ്യം തന്നെ 2 അകത്താക്കി. ഇനി അവിടെ നിന്ന് 1-2 കഴിക്കാനുള്ള സ്ഥലം കൂടി വയറ്റിനകത്ത് ഉണ്ടായിരുന്നു. അപ്പത്തേനും ചെക്കനും കൂട്ടനും ഹാളിലേക്ക് പോയി. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ടെന്ന് കരുതി അങ്ങനെ ചെക്കൻ്റെ പുറകെ ഞാനും വിട്ടു ഹാളിലേക്ക്. തൽക്കാലം നീ അകത്തേക്ക് ചെല്ലേ. കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നേരെ പോയത് ചിക്കൻ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. അവിടെ എത്തിയത് നല്ല മണം. പിന്നെ സീറ്റൊന്നും കിട്ടിയില്ല, പിന്നെ ഒന്നും നോക്കിയില്ല. കഴിച്ച് കഴിയാൻ അവരുടെ ബാക്കിൽ അങ്ങോട്ട് ക്യൂ നിന്നു. അതിനുശേഷം അവർ എഴുന്നേറ്റ് പോയതും ആ സീറ്റ് കസേരകളിക്കൊക്കെ ഇരിക്കില്ലേ, അന്ന പോലെ അവർ പോയത് ഞാൻ കയറിയിരുന്നു. ചേച്ചിമാർ ഓരോന്നായിട്ട് ചിക്കൻ ബിരിയാണി അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് പോന്നുകൊണ്ടിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ കാച്ചാറാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഇതിനകത്തില്ല, നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. കല്യാണത്തിന് പോയാൽ ഭക്ഷണത്തിന് ശേഷം പിന്നെ തിരക്കേണ്ടവ ഐസ്ക്രീമിൻ്റെ അടുത്തായിരിക്കും. ഞാനും നേരെ പോയി ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക്. അവിടെ പോയി കുറച്ച് നേരം ക്യൂ നിന്നു. ഇടയിലൂടെ തിക്കി തിരക്കി എൻ്റെ കൈ ഇങ്ങനെ നീട്ടുകയാണ്. അവസാനം എനിക്കും കിട്ടി ഐസ്ക്രീം. 1 അല്ല 2 അല്ല 3 അല്ല 4 5 6 തവണ ഞാൻ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു കേട്ടോ. വയറ് നിറയെ ബിരിയാണി കഴിച്ചതിൻ്റെ സന്തോഷവും ഐസ്ക്രീം കഴിച്ചതിൻ്റെ സന്തോഷവും കൊണ്ട് ഞാൻ ഇല്ലുമിനാറ്റിയൊക്കെ കേട്ട് വീട്ടിലേക്ക് പോകുന്നു. ടാറ്റാ, ബൈ ബൈ.